അസ്സലാമു അലൈക്കും. ബിസ്മില്ല. അസ്സലാത്തു വസ്സലാമു അല അഷ്റഫിൽ മുർസലീൻ വഅല ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാബാദ്. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ക്ലാസ് 7 തജ്വീദുൽ ഖുർആൻ പബ്ലിക് എക്സാം മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറാണ്. അപ്പോൾ 2024 കഴിഞ്ഞ ക്വസ്റ്റ്യൻ പേപ്പർ നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. എല്ലാ സബ്ജക്റ്റുകളുടെ ക്വസ്റ്റ്യൻ പേപ്പർ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കാണാത്തവരുണ്ടെങ്കിൽ അതൊന്ന് കാണുക. നമുക്ക് ഈ ക്വസ്റ്റ്യൻ പേപ്പറിലെ പ്രവർത്തനങ്ങളൊന്ന് നോക്കാം. ഒന്നാമത്തെ പ്രവർത്തനം നോക്കൂ. കോളത്തിൽ ടിക്ക് മാർക്ക് അടയാളപ്പെടുത്തുക. ഒരു ചോദ്യവും 3 ഓപ്ഷൻസും കൊടുത്തിട്ടുണ്ട്. ശരിയായ ഓപ്ഷന്റെ നേരെയുള്ള ബോക്സിലാണ് നമ്മൾ ടിക്ക് മാർക്ക് കൊടുക്കേണ്ടത്. 1. ഉമ്മുൽ ഖുർആൻ എന്ന പേരിൽ അറിയപ്പെടുന്ന സൂറത്ത്. ഓപ്ഷൻസ് അൽ ബഖറ, യാസീൻ, അൽ ഫാത്തിഹ. ശരി ഉത്തരം അൽ ഫാത്തിഹ. 2. ഹാ ഉൽ അമീറിനെ നീട്ടി ഓതണം. ഓപ്ഷൻസ് നോക്കൂ. യു അദ്ദിഹി ഇലൈക, യർഫഹു ലക്കും, വ ഇലൈഹി തുർജഊൻ. ശരി ഉത്തരം ഏതാണ്? യു അദ്ദിഹി ഇലൈക. 3. ചേർത്തി ഓതുമ്പോൾ നൂനിനെ അലിഫില്ലാതെ ഓതണം. ഓപ്ഷൻസ് നോക്കൂ. ജന്നാത്തിൻ തജിരി, ഇന്ന കുന്ന, ലാ കിന്ന ഹുവല്ലാ. ഇവിടെ ആദ്യത്തെ 2 ഓപ്ഷനിലും നമ്മൾ നൂനിന് അലിഫ് കൊടുത്തിട്ടാണ് നമ്മൾ ഓതുന്നത്. 3ാമത്തെ ഓപ്ഷനിലാണ് നമ്മൾ നൂനിന് അലിഫില്ലാതെ ഓതുന്നത്. അപ്പൊ ശരി ഉത്തരം ഏതാണ്? ലാ കിന്ന ഹുവല്ലാ. 4. ഒരക്ഷരത്തിന് പകരം മറ്റൊരു അക്ഷരത്തെ എഴുതി. ഓപ്ഷൻസ് നോക്കൂ. അൻഅംത അലൈഹിം, നിഅമത അല്ലാ. അപ്പോൾ 2 ഓപ്ഷനിലും നിഅമത അല്ലാ എന്ന് എഴുതിയിരിക്കുന്നത് 2 രീതിയിലാണ്. അപ്പൊ ഇവിടെ 3ാമത്തെ രീതിയാണ് നമ്മൾ ഒരക്ഷരത്തിന് പകരം മറ്റൊരു അക്ഷരത്തെ എഴുതുന്നത്. അപ്പൊ അതിലാണ് നിങ്ങൾ ശരിയായ ടിക്ക് മാർക്ക് കൊടുക്കേണ്ടത്. 5. അറബിയിൽ പ്രസിദ്ധീകരണത്തിന് വ്യാപകമായി ഉപയോഗിക്കപ്പെടുന്ന ലിപി. ഓപ്ഷൻസ് ഖത്തുൻ നസ്ഖ്, ഖത്തു സുലുസ്, ഖത്തുൽ കൂഫി. ശരി ഉത്തരം ഖത്തുൻ നസ്ഖ്. 6. ഇതിൽ നീട്ടി ഓതേണ്ടത്. ഓപ്ഷൻസ് നോക്കൂ. വില ഉലില്ലന്നഹും, വല ഉമന്നിയന്നഹും, വല ആമുറന്നഹും. ശരി ഉത്തരം വല ആമുറന്നഹും എന്നുള്ളതാണ്. അപ്പൊ അതിലാണ് നിങ്ങൾ ടിക്ക് മാർക്ക് കൊടുക്കേണ്ടത്. ഈ ക്വസ്റ്റ്യൻ പേപ്പറിലെ 2ാമത്തെ പ്രവർത്തനം നോക്കൂ. ചേരുംപടി ചേർക്കുക. 7. അൽ ഹദഫ്. 8. അസ് സിയാദ. 9. ഉൻലുർ കൈഫ. 10. മജിരേഹ വ മുർസാഹ. 11. അൽ ബദൽ. ഇപ്പുറത്ത് നോക്കൂ. എ. ഹംസത്തുൽ വസലിന് ലമ്മ കൊടുത്തു ഓതണം. ബി. റാഇനെ ഇമാലത്തും തർക്കീക്കും ചെയ്തു ഓതണം. സി. ഒരക്ഷരത്തിന് പകരം മറ്റൊരക്ഷരത്തെ എഴുതൽ. ഡി. അക്ഷരങ്ങൾ ഒഴിവാക്കൽ. ഇ. അക്ഷരങ്ങൾ കൂടുതലാക്കൽ. ഓരോ ഓപ്ഷനും ശരിയായ ലെറ്ററാണ് നമ്മൾ അവിടെ എടുത്ത് എഴുതേണ്ടത്. നോക്കൂ. അൽ ഹദഫ്, അതിന് ശരിയായത് ഡി, അക്ഷരങ്ങൾ ഒഴിവാക്കൽ. 8. അസ് സിയാദ, അതിന് ശരിയായത് ഏതാണ്? ഇ, അക്ഷരങ്ങൾ കൂടുതലാക്കൽ. 9. ഉൻലുർ കൈഫ, അതിന് ശരിയായത് എ, ഹംസത്തുൽ വസലിന് ലമ്മ കൊടുത്തു ഓതണം. 10. മജിരേഹ വ മുർസാഹ, അവിടെ ശരിയായത് ഏതാണ്? ഓപ്ഷൻ ബി, റാഇനെ ഇമാലത്തും തർക്കീക്കും ചെയ്തു ഓതണം. 11. അൽ ബദൽ, അതിന് ശരിയായത് ഏതാണ്? സി, ഒരക്ഷരത്തിന് പകരം മറ്റൊരക്ഷരത്തെ എഴുതൽ. DEABC. ഈ ക്വസ്റ്റ്യൻ പേപ്പറിലെ 2ാമത്തെ പ്രവർത്തനം നോക്കൂ. പൂരിപ്പിക്കുക. 12. ലാ തഅമന്ന എന്നതിൽ നൂനിന്മേൽ ഡേഷ് ചെയ്യണം. അവിടെ പൂരിപ്പിക്കേണ്ടത് ഇഷ്മാം. ലാ തഅമന്ന എന്നതിൽ നൂനിന്മേൽ ഇഷ്മാം ചെയ്യണം. 13. പരിശുദ്ധ ഖുർആനും പാഠകിതാബുകളുമെല്ലാം ഡേഷിലാണ് എഴുതിയിട്ടുള്ളത്. അവിടെ പൂരിപ്പിക്കേണ്ടത് ഖത്തുൻ നസ്ഖ്. പരിശുദ്ധ ഖുർആനും പാഠകിതാബുകളുമെല്ലാം ഖത്തുൻ നസ്ഖിലാണ് എഴുതിയിട്ടുള്ളത്. 14. സൂറത്തു യാസീൻ ഒരു തവണ പാരായണം ചെയ്താൽ ഡേഷ് ഖത്തം ചെയ്ത പ്രതിഫലം ലഭിക്കും. അവിടെ പൂരിപ്പിക്കേണ്ടത് 10 തവണ. സൂറത്തു യാസീൻ ഒരു തവണ പാരായണം ചെയ്താൽ 10 തവണ ഖത്തം ചെയ്ത പ്രതിഫലം ലഭിക്കും. 15. ബിഅസൽ ഇസ്മു എന്ന് ഓതുമ്പോൾ ലാമിന്റെ ഹറക്കത്ത് ഡേഷ് ആവണം. അവിടെ പൂരിപ്പിക്കേണ്ടത് കസർ. ബിഅസൽ ഇസ്മു എന്ന് ഓതുമ്പോൾ ലാമിന്റെ ഹറക്കത്ത് കസർ ആവണം. 16. മുകളിൽ സ്വാദിൻ തലയുൾ അലിഫിന് ഡേഷ് പറയണ്ട. അവിടെ പൂരിപ്പിക്കേണ്ടത് ചേർത്തോതുമ്പോൾ. മുകളിൽ സ്വാദിൻ തലയുൾ അലിഫിനെ ചേർത്തോതുമ്പോൾ പറയണ്ട. ക്വസ്റ്റ്യൻ പേപ്പറിലെ 4ാമത്തെ പ്രവർത്തനം. ഒറ്റ വാക്കിൽ ഉത്തരം എഴുതുക. 17. സൂറത്തു ദുആ എന്ന് ഏത് സൂറത്തിന്റെ പേരാണ്? ഉത്തരം സൂറത്തുൽ ഫാത്തിഹ. 18. സൂറത്തുൽ മുൻജിയ എന്ന പേരിൽ അറിയപ്പെടുന്ന സൂറത്ത് ഏത്? ഉത്തരം സൂറത്തുൽ മുൽക്ക്. 19. ഖുർആനിലെ ഏറ്റവും ശ്രേഷ്ഠമായ ആയത്ത്? ഉത്തരം ആയത്തുൽ കുർസി. 20. തുടക്കത്തിലും ചേർത്തി ഓതുമ്പോഴും വായിക്കുന്ന ഹംസ ഏത്? ഉത്തരം ഹംസത്തുൽ ഖത്അ. 21.
മരണപ്പെട്ടവർക്ക് വേണ്ടി ഓതാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നിർദ്ദേശിച്ചു? ഉത്തരം സൂറത്തു യാസീൻ. 22. ഹംസത്തുൽ വസ്ലിനെ തിരിച്ചറിയാൻ മുകളിൽ കാണുന്ന അടയാളം എന്ത്? അപ്പൊ ഇവിടെ കൊടുത്തിട്ടുള്ള ഒരു സ്വാദിന്റെ അടയാളമാണ് നമ്മളവിടെ എഴുതേണ്ടത്. ക്വസ്റ്റ്യൻ പേപ്പറിലെ 5ാമത്തെ പ്രവർത്തനം. ഒറ്റ വാചകത്തിൽ ഉത്തരം എഴുതുക. 24. പരിശുദ്ധ ഖുർആനിൽ ഹംസയെ എങ്ങനെയൊക്കെ എഴുതാറുണ്ട്? ഉത്തരം നോക്കൂ. അമറ, വബീറിൻ, മുഅ്മിനൂൻ, ദിഫോൻ, മാഅൻ. അപ്പൊ ഇവിടെയൊക്കെ ഹംസേനെ നമ്മൾ പ്രത്യേക തരത്തിലാണ് എഴുതിയിരിക്കുന്നത്. അപ്പൊ ഇതാണ് നമ്മൾ ഈ ഉദാഹരണമാണ് അവിടെ ഉത്തരമായിട്ട് എഴുതേണ്ടത്. 25. അറബി ഭാഷയെ കുറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ എന്തു പറഞ്ഞു? ഉത്തരം നിങ്ങൾ അറബികളെ സ്നേഹിക്കുക, കാരണം ഞാൻ അറബിയാണ്. ഖുർആൻ അറബിയാണ്. സ്വർഗവാസികളുടെ ഭാഷ അറബിയാണ്. 26. ഹംസത്തുൽ വസ്ൽ എന്നാൽ എന്ത്? ഉത്തരം ചേർത്തി ഓതുമ്പോൾ വായിക്കാത്തതും തുടക്കത്തിൽ മാത്രം വായിക്കുന്നതുമായ ഹംസയ്ക്കാണ് ഹംസത്തുൽ വസ്ൽ എന്ന് പറയുന്നത്. 27. അറബി ഭാഷയിലെ പ്രധാന ലിപികൾ ഏതെല്ലാം? ഉത്തരം ഹത്തു കോഫി, ഹത്തുൻ നസ്ഹ്, ഹത്തുർ റുഖ്അ, ഹത്തുൽ ഫാരിസി, ഹത്തുൽ ദീവാനി. 28. ആമന റസൂൽ പാരായണം ചെയ്യുന്നതിനെ കുറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ എന്തു പറഞ്ഞു? ഉത്തരം ആമന റസൂൽ രാത്രിയിൽ പാരായണം ചെയ്താൽ പുലരുവോളം സുന്നത്ത് നിസ്കരിക്കുന്നതിനോ രാത്രിയിലെ എല്ലാവിധ ഷെറുകളിൽ നിന്നുള്ള രക്ഷയ്ക്കോ അത് തന്നെ മതി എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞിട്ടുള്ളത്. 29. ഖുർആനിലെ എഴുത്തിനുള്ള പ്രധാന 6 നിയമങ്ങൾ ഏതെല്ലാം? അതിന്റെ ഉത്തരം അൽ ഹദഫ്, അൽ സിയാദ, അൽ ബദൽ, അൽ ഹംസ്, അൽ വസ്ൽ വൽ ഫസ്ൽ, മാഫി ഖിറാഅതാനി ഫകുതിബ ബിഇഹ്ദാഹുമാ. 30. ഹംസത്തുൽ വസ്ലിനെ ലമ്മ നൽകി ഓതണം എപ്പോൾ? ഉത്തരം ഹംസത്തുൽ വസ്ൽ ഫിഅലുകളിൽ വരുമ്പോൾ ഹംസത്തുൽ വസ്ലിന് ശേഷമുള്ള 3ാമത്തെ അക്ഷരത്തിന് ലമ്മാണെങ്കിൽ ഹംസത്തുൽ വസ്ലിന് ലമ്മ നൽകിയാണ് വായിക്കേണ്ടത്. ക്വസ്റ്റ്യൻ പേപ്പറിലെ 6ാമത്തെ പ്രവർത്തനം. 5 വരിയിൽ കുറയാതെ ഉപന്യസിക്കുക. 31. സൂറത്തുൽ ഫാത്തിഹ. അതിന്റെ ഉത്തരം നോക്കൂ. വിശുദ്ധ ഖുർആനിലെ 114 സൂറത്തുകളുടെയും ഉമ്മ, അതായത് ഉമ്മുൽ ഖുർആൻ എന്നറിയപ്പെടുന്ന സൂറത്താണ് സൂറത്തുൽ ഫാത്തിഹ. വിശുദ്ധ ഖുർആനിലെ ഏറ്റവും മഹത്വമുള്ളതും ഒരു സത്യവിശ്വാസി നിസ്കാരത്തിൽ ദിവസവും 17 തവണ നിർബന്ധമായും പാരായണം ചെയ്യേണ്ടതുമായ സൂറത്താണിത്. സബോൽ മസാനി, സൂറത്തു ഷിഫ, സൂറത്തു ദുആ എന്നിങ്ങനെ സൂറത്തുൽ ഫാത്തിഹയ്ക്ക് ധാരാളം പേരുകളുണ്ട്. 32. ഖവാഇദുർ റസ്മിൽ ഉസ്മാനി. അതിനെ കുറിച്ചിട്ട് നമ്മൾ 5 വരിയിൽ കുറയാതെ എഴുതണം. അതിന്റെ ഉത്തരം നോക്കൂ. 1. അൽ ഹദഫ്, അക്ഷരങ്ങൾ ഒഴിവാക്കൽ. ചില പദങ്ങളിൽ നിന്ന് അലിഫ്, വാവ്, യാ എന്നീ അക്ഷരങ്ങളെ ഒഴിവാക്കിയാണ് എഴുതിയിട്ടുള്ളത്. 2. അസ് സിയാദ, അക്ഷരങ്ങളെ കൂടുതലാക്കൽ. ചില പദങ്ങളിൽ അലിഫ്, വാവ്, യാ എന്നിവയെ വർദ്ധിപ്പിച്ചിട്ടുണ്ട്. 3. അൽ ബദൽ, ഒരക്ഷരത്തിന് പകരം മറ്റൊരക്ഷരം എഴുതൽ. 4. അൽ ഹംസ്, ഹംസയുടെ പ്രത്യേക ലിപികൾ. 5. അൽ വസ്ൽ വൽ ഫസ്ൽ, ചേർത്തും പിരിച്ചും എഴുതൽ. ഒരു പദമായി എഴുതേണ്ട കലിമത്ത് ചില സ്ഥലങ്ങളിൽ 2ആയി പിരിച്ചെഴുതിയിട്ടുണ്ട്. പിരിച്ചെഴുതേണ്ട പദങ്ങൾ ചേർത്തും എഴുതിയിട്ടുണ്ട്. 6. മാ ഫീഹി ഖിറാഅതാനി ഫകുതിബ ബിഇഹ്ദാഹുമാ. 2 വിധത്തിൽ ഖിറാഅത്തുള്ള പദങ്ങളെ ഒരു വിധത്തിൽ എഴുതൽ. അപ്പൊ ഇത്രയാണ് നിങ്ങൾ അതിന്റെ ഉത്തരമായിട്ട് എഴുതേണ്ടത്. നിങ്ങൾക്ക് ഈ ക്വസ്റ്റ്യൻ പേപ്പർ മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇൻഷാ അല്ലാഹ് അടുത്തൊരു സബ്ജക്റ്റിൽ നമുക്ക് വീണ്ടും കാണാം. എല്ലാവർക്കും ഒരിക്കൽ കൂടി അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.